ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സ് ശാന്തമാകണമെങ്കിൽ അതിൽ പൊന്തിക്കൊണ്ടിരിക്കുന്ന വൈകാരിക തലങ്ങളെല്ലാം തന്നെ ഇല്ലാതെയാവണം. ദേഷ്യം, പക, അസൂയ, പ്രതികാരം ഇതൊക്കെയാണ് മനസ്സിനെ തളച്ച് മറിക്കാൻ സഹായിക്കുന്നത്. തനിക്ക് പറ്റാത്ത വിഷയങ്ങൾ കാണുമ്പോൾ തൻ്റെ മനസ്സ് പ്രക്ഷുബ്ധമാകും. ആ പ്രക്ഷുബ്ധമാകുന്നത് അശാന്തിക്ക് കാരണമാകുന്നു. അതിനാൽ മനസ്സിനെ എപ്പോഴും ശാന്തമായിരിക്കാൻ നമ്മൾ അഭ്യസിക്കുക തന്നെ വേണം. പരിശീലനം കൊണ്ട് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. എന്നാൽ മനസ്സിലെപ്പോഴും ഓരോ തരത്തിലുള്ള ആഗ്രഹങ്ങൾ പൊന്തിക്കൊണ്ടിരിക്കും. അതിനാൽ അവയെ പൊന്താൻ നാം ഒരിക്കലും അനുവദിക്കരുത്. അഗ്നി പോലുള്ളതാം നമ്മൾ തൻ ആഗ്രഹം കെട്ടടങ്ങില്ലതിൻ ദീപനാളങ്ങളും. മറ്റുള്ളവർക്കായി നന്മ ചെയ്തെങ്കിലേ ആഗ്രഹം പാടെ നശിക്കുമെന്നോർക്കണം. പലതരത്തിലുള്ള ആഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ് ഓരോ മനുഷ്യൻ്റെയും മനസ്സ്. എന്നാൽ ആഗ്രഹങ്ങളുടെ സമാഹാരം കെട്ടടങ്ങി മനസ്സു ശാന്തമായാൽ പരമമായ സുഖമായിരിക്കും നമുക്കനുഭവമാവുക. അതൊന്ന് കെട്ടടങ്ങിയാലേ അറിയുകയുള്ളൂ. അതാണ് അഗ്നി പോലുള്ളതാം. അഗ്നിക്ക് വീണ്ടും വീണ്ടും ഇന്ധനം ഇട്ടുകൊടുത്താൽ അത് ആളിക്കത്തുകയാണ് ചെയ്യുന്നത്. അപ്രകാരം ആഗ്രഹങ്ങൾ വർദ്ധിക്കും തോറും അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കും തോറും അത് കൂടുതൽ കൂടുതൽ കത്തിക്കാളുകയാണ് ചെയ്യുക. ആഗ്രഹങ്ങളുടെ മിഥ്യാത്വത്തെ മനസ്സിന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അത് ബോധപൂർവമായ നമ്മുടെ ശ്രമം കൊണ്ടേ സാധിക്കൂ. ബുദ്ധിയാണ് അതിന് മുൻകൈയെടുക്കേണ്ടത്. ബുദ്ധിപൂർവം മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി ആഗ്രഹങ്ങൾ ദുഃഖത്തിന് ഹേതുവാണ്, അത് അഗ്നി പോലെ നമ്മെ തന്നെ എരിച്ചടക്കുന്നതാണ് എന്ന് മനസ്സിന് ബോധ്യമായാൽ മനസ്സ് ബുദ്ധിയുടെ ഉറ്റ ചങ്ങാതിയായി ബുദ്ധിയുടെ കൂടെ കൂടും. ആ അഗ്നി പോലുള്ളതാം നമ്മൾ തന്നെ ആഗ്രഹം കെട്ടടങ്ങില്ലതിൻ ദീപനാളങ്ങളും. ആ അഗ്നിയുടെ ആഗ്രഹമാകുന്ന ദീപനാളങ്ങളുടെ ദീപനാളങ്ങൾ ഒരിക്കലും കെട്ടടങ്ങില്ല. അതിലേക്ക് ഇന്ധനങ്ങൾ ഇട്ടുകൊടുക്കുന്തോറും അവ കത്തിക്കൊണ്ടേ ഇരിക്കുന്നു. അതുകൊണ്ട് എങ്ങനെയാണ് ഈ അഗ്നിനാളങ്ങളെ ശമിപ്പിക്കുക? മറ്റുള്ളവർക്കായി നന്മ ചെയ്തെങ്കിലേ ആഗ്രഹം പാടെ നശിക്കുമെന്നോർക്കണം. തൻ്റെ ഏകോദര സഹോദരങ്ങൾക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സമാധാനം കിട്ടും. സമാധാനം കിട്ടുമ്പോൾ ആഗ്രഹങ്ങൾ കുറയുന്നു. അതാണ് മറ്റുള്ളവർക്കായി നന്മ ചെയ്തെങ്കിലേ ആഗ്രഹം പാടെ നശിക്കുമെന്നോർക്കണം. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു നന്മ പ്രവൃത്തി നമ്മൾ ചെയ്താൽ നമ്മുടെ ആഗ്രഹം തനിയെ കെട്ടടങ്ങും. അതിനാൽ എപ്പോഴും നന്മ ചിന്തിക്കുക, നന്മ പറയുക, നന്മ പ്രവർത്തിക്കുക. നന്മ എന്നാൽ മറ്റുള്ളവർക്ക് സുഖം തരുന്ന, മറ്റുള്ളവർക്ക് ശാന്തിയെ പകർന്നു കൊടുക്കുന്ന പ്രവൃത്തി ഏതോ അതാണ് നന്മ. ആ നന്മ കൊണ്ട് അവർക്ക് സുഖം കിട്ടുമ്പോൾ നമുക്കും ഇവിടെ സുഖം കിട്ടുന്നു. കാരണം ഞാൻ തന്നെയാണ്. അതും നാം അറിയാതെയാണെങ്കിലും എന്നിലുള്ളത് എന്താണോ അത് തന്നെയാണ് അതിലുള്ളതും എന്ന പരമസത്യമാണ് അതിന് കാരണമായിരിക്കുന്നത്. അഗ്നി പോലുള്ളതാം നമ്മൾ തന്നെ ആഗ്രഹം കെട്ടടങ്ങില്ലതിൻ ദീപനാളങ്ങളും. മറ്റുള്ളവർക്കായി നന്മ ചെയ്തെങ്കിലേ ആഗ്രഹം പാടെ നശിക്കുമെന്നോർക്കണം.